അള്ളാഹിനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുത്തോ. അള്ളാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തോ. അതാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ നിദാനം. മറന്നു പോകണ്ട. അള്ളാഹുവിനോടാണോ ഇഷ്ടം, അവന്റെ ഹബീബിനോടാണോ ഇഷ്ടം? ഒന്നോർക്കണേ, നമ്മുടെ ഹൃദയാന്തരാളത്തിലുള്ള ഇഷ്ടക്കാരൊക്കെയാ സഹോദര? നമ്മുടെ ഹൃദയാന്തരാളത്തിലുള്ള ഇഷ്ടക്കാരൊക്കെയാ സഹോദരങ്ങളെ? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഗൗരവത്തോടാലോചിക്കാൻ പറയുകയാ. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആളുകളോട് ഇഷ്ടമുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ കുടുംബക്കാരുണ്ട്, മറ്റു ഭാഗത്തേക്ക് കടന്നു പോകുമ്പോ ചെറുപ്പക്കാരാ ഫുട്ബോൾ താരങ്ങളുണ്ട്. പൊന്നുമോനെ, മറന്നു പോകണ്ട. പല കായിക രംഗങ്ങളിലും ശോഭിക്കുന്ന താരങ്ങളുണ്ട്, മറന്നു പോകണ്ട. അതുപോലെ തന്നെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്, മറന്നു പോകണ്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സിനിമാ നടീനടന്മാര് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ലയോ പെങ്ങളെ? സീരിയലിലുള്ള നടീനടന്മാര് സ്ഥാനം പിടിച്ചിട്ടില്ലയോ പെങ്ങളെ? റിയാലിറ്റി ഷോയിൽ പാട്ടുപാടാൻ വരുന്ന കുട്ടികൾ മനസ്സിന് സ്ഥാനം പിടിച്ചിട്ടില്ലയോ പെങ്ങളെ? ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ കുട്ടിപ്പട്ടാളമല്ലേ ഉസ്താദെ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കുട്ടികളോടുള്ള സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ലയോ? അതിന്റെ അവതാരികയെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ? എന്തെല്ലാം പരിപാടികളുണ്ടോ, ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത മഹബത്തല്ലേ, സ്ഥാനമല്ലേ? അവിടെവിടെയാ പടച്ചവനോടുള്ള മഹബത്ത്? അവിടെവിടെയാ അള്ളാന്റെ ഹബീബുമായിട്ടുള്ള അടുപ്പം? അറിയണം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മാതാപിതാക്കളുടെ വിഷയം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മാതാപിതാക്കളോട് ചെയ്യുന്ന പോലുമുള്ള പദപ്രയോഗം നടത്തിപ്പോകരുത്. അവരെ സ്നേഹിക്കണമെന്ന് പറയാൻ ഖുർആൻ ഭാഗം മാറ്റിവെച്ചപ്പോൾ അവരോടുള്ള പ്രാർത്ഥന എങ്ങനെയാ നടത്തേണ്ടത്, ആ പ്രാർത്ഥനയുടെ പദത്തെ തന്നെ പരിചയപ്പെടുത്താൻ ഖുർആൻ സമയം കണ്ടെത്തിയപ്പോൾ ഒന്നാലോചിച്ചു നോക്ക്. നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ സൂചന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നോമ്പിനെ കുറിച്ച് അല്ലാഹു സൂചന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സക്കാത്തിനെ കുറിച്ച് അല്ലാഹു വിശാലമായി പറഞ്ഞിട്ടില്ല. മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ലാഹു വിശാലമായി പറഞ്ഞിട്ടില്ല. പക്ഷേ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ, അവരെ എങ്ങനെയാ അവരോട് പെരുമാറേണ്ടത്, ഏത് രൂപത്തിലാ അവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാ അവരോട് സംസാരിക്കേണ്ടത്, അവരോട് പറയേണ്ടത് ഖൗലൻ ലയ്യിനാ, മയമായിട്ട് പറയണമെന്ന് സമയം കണ്ടെത്തിയ ഖുർആൻ പോരാ. അവർക്ക് വേണ്ടിയിട്ട് വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, അവരോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ രൂപം പോലും പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഖുർആൻ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇത്രയും വലിയ കടമയുള്ള മാതാപിതാക്കളുണ്ടല്ലോ. ആ ഖുർആനിൽ തന്നെ പറയുന്നു, ആ മാതാപിതാക്കളോട് നിങ്ങൾ സ്നേഹം വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാലോചിക്കണേ. ആ പറയപ്പെട്ട മാതാപിതാക്കളോട് സ്നേഹം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ സ്നേഹം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമ്പത്തുണ്ട്, അതുപോലെ തന്നെ കുടുംബമുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്, അതുപോലെ ഭാര്യ സന്താനങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളുണ്ട്, അതുപോലെ നാം ഇഷ്ടപ്പെടുന്ന ഭവനമുണ്ട്. അങ്ങനെ പലതിനോടും നമുക്ക് സ്നേഹമുണ്ട്. മാതാപിതാക്കൾ അടക്കമുള്ളവരോട് നമ്മൾ സ്നേഹം വെച്ച് കഴിഞ്ഞാൽ അവനും തെമ്മാടിയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ശ്രദ്ധിക്കടേ, അവനും തെമ്മാടിയാണെന്ന് ഖുർആൻ പറയുന്നു. എപ്പോഴാ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അഹബ്ബ ഇലൈക്കും മിനല്ലാഹി
ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ, നിങ്ങളുടെ സന്താനങ്ങളുണ്ടല്ലോ, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബക്കാരുണ്ടല്ലോ, വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ പൊട്ടിത്തെറിച്ചു പോകുമോ, നട്ടം വന്നു പോകുമോ, ലാഭം പൂർണ്ണമായി കിട്ടത്തില്ലയോ, അങ്ങനെ ചിന്തിച്ച് വേദനപ്പെടുന്ന നിങ്ങളുടെ കച്ചവടമുണ്ടല്ലോ, ബിസിനസ് ഉണ്ടല്ലോ, വമസാകിനു തർളൗനഹാ അവരൊരുപാട് ഇഷ്ടപ്പെടുന്ന അവരുടെ ഭവനമുണ്ടല്ലോ, അവരുടെ വീടുണ്ടല്ലോ, ലോകത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ കൊട്ടാരത്തിൽ പോയി കിടന്നാലും സ്വന്തം വീട് ചെറിയ ഒരു വീടാണെങ്കിലും അതിന്റെ കിടക്കയിലേക്ക് പായിലേക്ക് വന്ന് കിടക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും പറഞ്ഞു തീർക്കുന്നതിനപ്പുറത്തല്ലേ സഹോദരങ്ങളെ. അങ്ങനെ അവരവരിഷ്ടപ്പെടുന്ന അവരുടെ ഭവനങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അങ്ങനെയുള്ള ഭവനങ്ങൾ ഉൾപ്പെടെയുള്ളത് എല്ലാവരും ഇലൈക്കും മിനല്ലാഹി വറസൂലി അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായി കഴിഞ്ഞാൽ, അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് പ്രിയം വന്നു കഴിഞ്ഞാൽ, വജിഹാദിൻ ഫീ സബീലി അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ, ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി അല്ലാഹുവിന്റെ ശിക്ഷയെ പ്രതീക്ഷിച്ചോ എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ അല്ലാഹു ഇത്തരത്തിലുള്ള തെമ്മാടികൾക്ക് ഹിദായത്ത് കൊടുക്കൂല. ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഇങ്ങനെയുള്ള തെമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. അല്ലാഹുവിന്റെ ഖുർആനാ സഹോദരങ്ങളെ പറയുന്നത്.